ഹിന്ദുത്വ അജണ്ടയാണെന്ന് കേൾക്കുമ്പോൾ ഹിന്ദുക്കൾ വിചാരിക്കും എന്തോ ഹിന്ദുവായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒരു ബന്ധവുമില്ല കേട്ടോ. ഹിന്ദുവും ഹിന്ദുത്വവും രണ്ടും രണ്ടാണ്. ഹിന്ദുവിൻ്റെ എന്തോ ഒരു പര്യായോ അല്ലെങ്കിൽ ഹിന്ദുവിൻ്റെ വേറൊരു പേരോ ആണ് ഹിന്ദുത്വം എന്ന് ധരിച്ചു കൊണ്ടാണ്. അതല്ല. ഹിന്ദുത്വ എന്ന് പറയുന്നത് ഹിന്ദു മതം ഒരു വർഗീയ വിഭാഗമല്ല, മതം വിഭാഗമല്ല, വർഗീയമല്ല. വിശ്വാസികൾ, ഇനി ഹിന്ദുക്കൾ, ഹിന്ദു വിശ്വാസികൾ, ദൈവവിശ്വാസികൾ, അവരും വർഗീയമല്ല. വിശ്വാസിക്ക് വർഗീയതയില്ല. ഇനി ഒന്നും കൂടി ഞാൻ പറയാം, വർഗീയവാദികൾക്ക് എന്തില്ല? പറഞ്ഞോ, വർഗീയവാദികൾക്ക് എന്തില്ല? വിശ്വാസമില്ല. ഈ നരേന്ദ്രമോദിയെല്ലാം കളിക്കുന്ന കളി കാണുന്നില്ലേ, കോപ്രായം. നമ്മുടെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എന്താ കാണിച്ചു കൂട്ടിയേ? തെരഞ്ഞെടുപ്പല്ലാത്ത അതിൻ്റെ ഉദ്ഘാടനത്തിന് കുറേ അർദ്ധനഗ്നരായിട്ടുള്ള സന്യാസിമാരെയും കൂട്ടി കളിച്ച കളി കണ്ടിട്ടില്ലേ? രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ ഘട്ടത്തിൽ നമ്മൾ കണ്ടില്ലേ? പ്രസിഡൻറ്റും ഇല്ല, വൈസ് പ്രസിഡൻറ്റും ഇല്ല. പ്രോട്ടോകോൾ അനുസരിച്ച് 1-ാം നമ്പർ, 2-ാം നമ്പർ, 3-ാം നമ്പറുകാരനാണ് ഇതിൻ്റെ എല്ലാം കളിക്കുന്നത്. എന്താ ലക്ഷ്യം? വിശ്വാസം കൊണ്ടാ? ഒരു വിശ്വാസമല്ല. നമുക്കെല്ലാം കാണുമ്പോൾ പരിഹാസ്യമാണ് തോന്നിയത്. അത് വിശ്വാസികൾക്കെതിരായിട്ടുള്ള ഒരു നിലപാട് കൊണ്ടല്ല. കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവർക്ക് വിശ്വാസികളോടൊരു വിരോധവുമില്ല. അതിപ്പോൾ ആദ്യം തന്നെ ഞാൻ പറയും, ഇവിടെ ആകുമ്പോൾ പ്രത്യേകിച്ച് അത് പറയേണ്ടതുണ്ട്, അതുകൊണ്ട് ഞാൻ പറയാം. പണ്ടല്ല അതാ നിരന്തരം പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കും. ഇപ്പോൾ അതൊന്നും ദേഷ്യമൊന്നുമില്ല. ഞങ്ങൾ വിശ്വാസികൾക്കെതിരല്ല. അമ്പലത്തിൽ പോകുന്നവർക്ക് അമ്പലത്തിൽ പോകാം, പള്ളിയിൽ പോകുന്നവർക്ക് പള്ളിയിൽ പോകാം, ചർച്ചിൽ പോകുന്നവർക്ക് ചർച്ചിൽ പോകാം, എവിടെയും പോകാതിരിക്കുന്നവർക്ക് എവിടെയും പോകാതിരിക്കാം. എന്നാൽ ജനാധിപത്യ അവകാശമുള്ള മനുഷ്യന് അമ്പലത്തിൽ പോകാൻ പറ്റില്ല, പള്ളിയിൽ പോകാൻ പറ്റില്ല, ചർച്ചിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഈ പാർട്ടി എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് നല്ല വ്യക്തതയുണ്ട്. ഒരു സംശയവും വേണ്ട. അങ്ങനെ പറയുന്നവർക്കൊപ്പമല്ല അമ്പലത്തിൽ പോവാൻ, പള്ളിയിൽ പോവാൻ, ചർച്ചിൽ പോവാനുള്ള ജനാധിപത്യ അവകാശത്തിനു വേണ്ടി പൊരുതുന്ന മനുഷ്യൻ്റെ മുമ്പിൽ ഈ ചെമ്പതാക ഉയർത്തി മുമ്പോട്ടേക്ക് പോകും എന്നതാണ് CPIM-ൻ്റെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും നിലപാട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കുറേ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. ഇവരെന്തോ വിശ്വാസികൾക്കെതിരാണ്. ഞങ്ങൾ ഇന്ത്യയിൽ വിശ്വാസികൾക്കെതിരായ നിലപാടൊന്നും സ്വീകരിക്കുന്നവരല്ല, വിശ്വാസികൾക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരാണ്. മാത്രമല്ല, ഇത് ഞാൻ ഈ പറയുന്നതോടുകൂടി നിങ്ങൾക്കത് മനസ്സിലാവും. വിശ്വാസികൾക്ക് എന്തില്ല? വർഗീയതയില്ല. വിശ്വാസികൾ വർഗീയവാദികളല്ല. വർഗീയവാദികൾക്ക് എന്തില്ല? വിശ്വാസമില്ല. അവർ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയവും മതവും കൂട്ടിക്കലർത്തി രാജ്യ ഭരണാധികാരി വർഗത്തിൻ്റെ മേഖലയിലേക്ക് എത്തിച്ചേരാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് വർഗീയത എന്ന് പറയുക. ഒന്നും കൂടി ഞാൻ പറയാം വിശദമായിട്ട്. മതത്തിലൊരു വിഭാഗം, മതം എന്ന് പറയുന്നത് ഹിന്ദുവാവാം, മുസ്ലിമാവാം, ക്രിസ്ത്യാനിയാവാം. മതത്തിൽ ഒരു മതമല്ല കേട്ടോ, മുസ്ലിമുമല്ല, ക്രിസ്ത്യാനിയുമല്ല, ഹിന്ദുവല്ല. അതാദ്യം നല്ലപോലെ തലയിൽ കയറണം. മതവിഭാഗത്തിൽ ഒരു ചെറിയ വിഭാഗം, ആ മതത്തിലൊരു ചെറിയ വിഭാഗം എന്തു ചെയ്യുക? സംഘടിക്കുക. അങ്ങനെ സംഘടിച്ച് മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കലർത്തി അധികാരസ്ഥാനത്തേക്ക്, ഭരണകൂട മേധാവിത്വത്തിലേക്ക് കടന്നു വരാൻ ശ്രമിക്കുന്ന പ്രക്രിയയാണ് വർഗീയത. അതാണ് ഹിന്ദുത്വ അജണ്ടയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉള്ളടക്കം, ഹിന്ദുത്വ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഹിന്ദു അല്ല ഹിന്ദുത്വ. ഹിന്ദുത്വ പൂർണ്ണമായിട്ടും വർഗീയതയാണ്. ഇനി ഇതേപോലെ തന്നെ മുസ്ലിങ്ങളെ സംബന്ധിച്ച് പറയുമ്പോഴും നമുക്കറിയാലോ, ഞങ്ങൾ വർഗീയമായ നിലപാട് പച്ചയായിട്ട് സ്വീകരിക്കുന്നുവെന്ന് മതമൗലികവാദത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമുണ്ട് ഇവിടെ ഈ കേരളത്തിൽ. അതാരാ? SDPI. അതും വർഗീയത തന്നെയാണ്. മതമല്ല, മതത്തിൻ്റെ ഒരു വിഭാഗം സംഘടിതരായി അധികാര ശ്രേണിയിലേക്ക് ഉയർന്നു നിൽക്കാനുള്ള ബോധപൂർവമായ പ്രവർത്തനം നടത്തുന്ന ആ വിഭാഗത്തെയാണ് വർഗീയമായിട്ട് എന്ന് നമ്മൾ പറയുന്നത്. ഇത് മുസ്ലിം വർഗീയമായാലും
ക്രിസ്ത്യൻ വർഗീയമായാലും അതുപോലെ ഹിന്ദു വർഗീയമായാലും ഹിന്ദു വർഗീയതയെപ്പറ്റി അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പരിച്ഛേദം എന്ന രീതിയിൽ ഹിന്ദുത്വ എന്ന പ്രയോഗം 1923 സവാർക്കർ തന്നെ മുന്നോട്ടേക്ക് വെച്ച ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ പദാവലിയിൽ ഒന്നായി മാറിയിരിക്കുകയാണ്. വർഗീയമാണ്. ഇതാണ് ഇന്ത്യയെ സംബന്ധിച്ചുള്ള നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം. ഇതിനെ പരാജയപ്പെടുത്താൻ സാധിച്ചില്ലെങ്കിൽ പിന്നെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പില്ല. 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി അവസാനിക്കും. എനിക്ക് വോട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഞാനീ പറഞ്ഞ ക്യാമ്പയിനില്ല, ക്യാമ്പയിൻ നടത്താൻ ആളുണ്ടാവില്ല. ബാക്കി പറഞ്ഞ മനസ്സിലായില്ലേ? ഈ തെരഞ്ഞെടുപ്പ് സാധാരണ തെരഞ്ഞെടുപ്പ് പോലെയല്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും നടത്തുന്ന പ്രസംഗം പോലെ കേൾക്കാനും പറ്റില്ല. ഇത് വളരെ അപകടം പിടിച്ച ഒരു കാലമാണ്. അത് 2-3 കാരണങ്ങളുണ്ട്. ഒന്ന് ഞാനിപ്പം പറയാം. ഒന്ന്, ഈ ഇന്ത്യയിൽ, ഈ ലോകത്ത് കേരളത്തിൽ വിന്യസിപ്പിച്ചതുപോലെ ഈ ജനസംഖ്യാ അനുപാതത്തിൽ 3 സാർവദേശീയ മതം. ഇതൊക്കെയാണ് 3 സാർവദേശീയ മതം: ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യാനി. ഈ 3 മതവിഭാഗങ്ങളെ അതിൻ്റെ ഈ കേരളത്തിൻ്റെ ജനസംഖ്യാനുപാതത്തിൽ വിന്യസിപ്പിക്കപ്പെട്ട ഇന്ത്യയിൽ ഒരു പ്രദേശമില്ല, ഇന്ത്യയിൽ ഒരു സംസ്ഥാനമില്ല, ലോകത്തൊരു രാജ്യവുമില്ല. ഞാനിത് വളരെ ഗൗരവപൂർവ്വം നിങ്ങളോട് പറയുകയാണ്. വളരെ അപകടകരമാണ് ഈ കേരളത്തിൻ്റെ ഒരു അവസ്ഥ. നമ്മൾ കാണുന്നത് പോലെ ലളിതല്ല. എന്നിട്ടും ഈ കേരളം ഇന്ത്യക്കും ലോകത്തിനും മാതൃകയാവുന്ന മതനിരപേക്ഷത തുടർന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? വിശ്വാസികൾ ആരല്ല? വർഗീയവാദികൾ. അതാ കാര്യം. വർഗീയതയെ എതിർക്കുന്ന ഏറ്റവും പ്രകടമായ വിഭാഗം ആരാണ്? ഞാനിങ്ങനെ ഓരോന്നിനും പറയണ്ടല്ലേ, നിങ്ങൾക്ക് ആലോചിച്ചാൽ പറയാൻ പറ്റുന്നില്ലേ? വർഗീയതയെ എതിർക്കുന്ന ഫലപ്രദമായ വിഭാഗം ആരാണെന്നും മറുപടി പറഞ്ഞില്ലേ പിന്നെ ഞാൻ പ്രവർത്തിക്കൂല. ഞാൻ പറഞ്ഞില്ല. ആരാ? വിശ്വാസിയാണ്. അത് പറയാൻ നോക്കാൻ വേണ്ടിയില്ല ഞാൻ ഇത്രയും ചോദിച്ചത്. വർഗീയതയെ ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്ന ഏറ്റവും പ്രമുഖമായ വിഭാഗര വിശ്വാസികൾ തന്നെയാണ്. ഇവിടെ ഇരിക്കുന്ന നിങ്ങളിൽ മഹാഭൂരിപക്ഷം ആരാ? അവിശ്വാസിയാ അല്ല വിശ്വാസിയാ? എനിക്കറിയാം നന്നായിട്ട് വിശ്വാസിയാണെന്ന്. ഓരോരാളും പഠിച്ചിട്ട് പറയുന്നൊന്നുമില്ല. മഹാഭൂരിപക്ഷവും വിശ്വാസികളാണ്. ഇന്ത്യയിലുടനീളം കേരളത്തിലും അതെ. അപ്പോൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ വിശ്വാസികളാണ്. അല്ലറ ചില്ലറ ചിലപ്പോൾ വിശ്വാസമില്ലാത്തവരുണ്ടാവും. പക്ഷേ ഏറ്റവും പ്രബലമായ വിഭാഗീയത, വർഗീയതയെ ചെറുക്കാൻ വിശ്വാസികൾ തന്നെയാണ്. മതസൗഹാർദ്ദത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിലെ മുഖ്യ ശക്തി വിശ്വാസിയാണ്. അവരെല്ലാം അണിനിരത്തിക്കൊണ്ടല്ലാതെ നമുക്ക് വർഗീയതയ്ക്കെതിരായിട്ട് പൊരുതാൻ സാധിക്കില്ല. അതുകൊണ്ട് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ മതവർഗീയതയ്ക്കെതിരായിട്ട് പൊരുതുന്ന ശക്തി എന്ന രീതിയിൽ വിശ്വാസികളെ മുഖബലക്കെടുത്തുകൊണ്ട് അവരുടെ വോട്ട് തേടിക്കൊണ്ട് വേണം നമുക്ക് ഈ മണ്ഡലം ഉൾപ്പെടെയുള്ള കേരളത്തിലും ഇന്ത്യയിലും ഇടതുപക്ഷ ജനാധിപത്യ മതനിരപേക്ഷ ശക്തികൾക്ക് മുന്നോട്ടേക്ക് വരാൻ. അങ്ങനെ മുന്നോട്ടേക്ക് വരുന്നില്ലെങ്കിൽ ഈ രാജ്യം 2025 നിങ്ങൾക്കറിയുന്നത് പോലെ RSSന്റെ 100ാം വാർഷികം പ്രഖ്യാപിച്ചുകൊണ്ട് വ്യക്തതയോടുകൂടി ഹിന്ദു രാജ്യത്തിൻ്റെ പേരായ ഹിന്ദുത്വ പ്രഖ്യാപിക്കും.